ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഡേ രണ്ടാമത്തെ ദിവസം, പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം റിസോർട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? അപ്പം മുട്ടക്കറി, അപ്പം കറി, ചായ, കാപ്പി. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? അപ്പം മുട്ടക്കറി, വെജിറ്റബിൾ കറി. ഓക്കെ. മട്ടൺ സ്റ്റൂ. മട്ടൺ സ്റ്റൂ. ഹോട്ടലിലുണ്ടാവും. പക്ഷെ അപ്പം മുട്ടക്കറി അപ്പം ഒന്നും വന്നിട്ടില്ല, വെറും അപ്പം മാത്രമുണ്ട്. മുട്ട കട്ട് ചെയ്യണോ? മുട്ട പിന്നെ അപ്പം മാത്രം. ഓക്കെ. അപ്പം 3 ഈ വ്യാകരത്തെ കസര ഈ 2 കസര എടുക്കാം. അപ്പുറത്തില്ലേ കസര? അപ്പം മുട്ട സ്റ്റൂ. നമുക്കിവിടെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പം കഴിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ മാമൻ. ഇങ്ങനെ അപ്പം മുറിക്കുക, മുട്ടയുടെ ഒരു കഷ്ണം ഇങ്ങനെ എടുക്കുക, ചാറ് മുക്കുക, എന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ അർത്തുങ്കൽ പള്ളി പോവാണ്. അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് പിന്നെ പ്ലാന് ഷാപ്പിൽ. നാട്ടിൽ വരുമ്പോൾ എല്ലാം ഓരോ ഷാപ്പിൽ കയറണം. അതാണ് ഇവിടുത്തെ ഒരു നിർബന്ധം, ചടങ്ങ് ഇവിടെ. അപ്പോൾ ആദ്യം അർത്തുങ്കൽ പള്ളി പോവാം. ഓക്കെ. അതിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം കയറിയ ബീച്ച് അന്ധകാരനഴി ബീച്ചാണ്. ഇത് ചെല്ലാനത്തിൽ നിന്ന് ആകെ 20 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ആലപ്പുഴ ജില്ലയിലാണ് ഈ ബീച്ചുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. സോ അതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കടലിലേക്ക് തോടാണ് ഇത് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി കടലിലേക്ക് ഒഴുകി പോകുന്നതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അങ്ങനെ അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അവിടെ ഇവിടെ കാണുന്നത് ലൈറ്റ് ഹൗസാണ് ഇവിടുത്തെ. അതിലേക്ക് ഇപ്പോൾ ആൾക്കാരെയൊന്നും കടത്തി വിടുന്നില്ല. ശരിക്കും ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് കടലടിച്ചിട്ട് മണ്ണൊക്കെ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കാണുമ്പോഴത്തേനും. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അവരെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ. ഒരു രാവിലത്തെ സമയമായിരുന്നു, അപ്പോൾ നല്ല വെയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് കളിക്കാനൊക്കെ നല്ല രസമായിരുന്നു അവിടെ. കണ്ണേ 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 നിമ്പടക്ക് തണക്കുരാതെ കണ്ണേ കണ്ണേ അതെ കണ്ണാടുക്കാതെ ചീന്ന് ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് തങ്കിപ്പള്ളിയിലേക്കാണ്. അന്ധകാരനഴി ബീച്ചിൽ നിന്ന് തങ്കിപ്പള്ളിയിലേക്ക് 12 മിനിറ്റ് ദൂരമേ ഉള്ളൂ. വെറും ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടേക്ക് ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് വരുന്നത്. നല്ല ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു പള്ളിയാണിത്. അപ്പോൾ
ഈ പള്ളീനെ വിസിറ്റ് ചെയ്യാനായിട്ട് കുറേ സ്ഥലത്തു നിന്ന് ആൾക്കാർ ഒഴുകിയെത്തുന്നുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വെച്ചിരിക്കുന്ന അത്ഭുതകരമായ ഈശോയുടെ തിരുസ്വരൂപമാണ്. ഈ സ്വരൂപം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. ഇവിടെ കുറേ എന്താ പറയുക, നല്ല തിരക്ക് കൂടുന്നത് ഈ സ്വരൂപം ഇറക്കി വെക്കുന്നതും ഈസ്റ്ററിൻ്റെ സമയത്താണ്. അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വീട്ടമ്മമാർ പിടിയരി വിറ്റ് മേടിച്ച ഒരു സ്വരൂപമാണ്. അപ്പോൾ ആ ഒരു ബിലീവൊക്കെ ആയിരിക്കും, ആ കഷ്ടപ്പാട് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിന്നുള്ള യേശുവിൻ്റെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത പള്ളിയിലേക്ക് പോയി. അതാണ് അർത്തുങ്കൽ പള്ളി. അത് നമ്മൾ കുറേ ഇങ്ങനെ നടന്നല്ലേ അത് ഇവിടെ തിന്നായിരുന്നു ഒരു പ്രാവശ്യം. ഇല്ല അന്ന് നമ്മൾ രാത്രി ഒന്നും കയറാൻ പറ്റില്ല. നമ്മൾ വന്നപ്പോൾ തന്നെ അടച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ അർത്തുങ്കൽ പള്ളിയിലൊക്കെ പോയി അവിടുത്തെ അകത്തൊക്കെ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങി. അപ്പോൾ തന്നെ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഷാപ്പിൽ പോവാണ്. അഴീക്കൽ ഷാപ്പ് അല്ലടാ, സൂപ്പർ സൂപ്പർ ആലപ്പുഴ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ കറി എല്ലാം. അയ്യോ കാണുന്നത് നല്ല സൂപ്പർ നമ്മുടെ കൊച്ചി ആലപ്പുഴ സ്ഥലത്താണ് പോകുന്നത്. ഇപ്പോൾ ഇല്ലടാ ഞങ്ങള് അത് ബീച്ച് വേ. ടോഡി ഷോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. വെള്ളത്തിൽ ടോഡി ഷോപ്പ്, വെള്ളത്തിന്റെ കരയിലും ടോഡി ഷോപ്പ്, മൊത്തം ടോഡി ഷോപ്പ്. ഇവിടെ വെള്ളം, ഇവിടെ വെള്ളം, എല്ലായിടത്തും വെള്ളം. വെള്ളത്തിൽ വന്ന് വെള്ളം. This is called വെള്ളമടി ഇൻ വെള്ളം. വെള്ളത്തിൽ വെള്ളം. രണ്ട് റൂം ബുക്ക് ചെയ്തു. ആണുങ്ങളൊക്കെ ഒരു റൂമിൽ പോവാൻ പോവാന്ന്. ആണുങ്ങളല്ല, കുടിക്കാൻ അങ്കിളുമാര്. ഇയാള് പോകാത്തോണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. സാജൻ കുടിക്കാത്തോണ്ട് സാജൻ പോകില്ല. ഞങ്ങൾ
ഇമ്പോർട്ടഡ് സാധനം വാട്ടർ ബോട്ടിലിനകത്ത് സ്പ്രൈറ്റ്. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് കണ്ണ് ഓർഡർ ചെയ്യട്ടെ കേട്ടാ. ഒരു ടീം ഇരിക്കുന്നുണ്ട്, അവിടെ ഡാഡിമാരും മംഗളുമാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് ഡാഡി അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് വെൽക്കം ചെയ്യാനായിട്ട്. കള്ളു വന്നു. ഇപ്പൊ കൈയിട്ട് തുടങ്ങി. കപ്പ, ബീഫ്, കക്ക. ഇത് ആദ്യം വന്നിട്ട് ഇതെന്ത് കാണാൻ? കേരയുടെ തല, വലിയ കേര. അതെടുക്ക്, ഇത് അതിനെടുക്ക്. ഇത് ആ കപ്പ എടുത്ത് വെച്ച് കേരയുടെ തലയും കപ്പയും. കണ്ണിങ്ങനെ പൊട്ടി. ആദ്യം കണ്ണ് കുത്തി പൊട്ടിക്കണം. കണ്ണ് കുത്തി പൊട്ടിക്കണം. ഡാഡി വാ, കൈയിട്ടോ. കണ്ണ് 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 ഇതിങ്ങനെ കണ്ണ് കുത്തി പൊട്ടിച്ചു മീൻ്റെ. എന്നിട്ടിങ്ങനെ കണ്ണ് കുത്തി കുറക്കി ഇതിനുണ്ടായി. ഇതിലൊരു പീസ് എടുക്കുക. അപ്പോഴാണ് ദശ ഉണ്ടാവും, ഈ സൈഡിലുണ്ടാവും ദശ. ഇത് കാണുമ്പോ വാള് പോലെ ഉണ്ട്. അത് എല്ലാം ഇല്ലേ ഇല്ലേ എന്നാ അതിന്ന് എടുക്കും. കാന്താരിക്കള്ള്. ഇതാണ് കാന്താരിക്കള്ള്. അത് ഗ്ലാസ്സിലേക്ക് വെച്ച ഗ്ലാസ് ഉണ്ട്. അയ്യോ ദൈവമേ. ഇവിടെ ഇരിക്കണം ഓപ്പറേഷൻ. എനിക്ക് തടാ ഒരു ഗ്ലാസ്. സ്ട്രോങ് ആണ് അത്. ഇവിടെ ബ്രെയിൻ ഇരുന്നില്ല. ആ അതെ ഇവിടെ ഉണ്ട്. അതാണ് ബ്രെയിൻ. അത് വേണ്ട എനിക്ക്. എനിക്ക് ഇതാണ്. ഇതെങ്ങനെ കയ്യൊക്കെ നമുക്ക് ഫുള്ള് ഇത് ചാരത്തിൽ വെച്ച് എല്ലാരും വിട്ടുപോയി. അമ്മച്ചക്ക് കുഞ്ഞു സാധനം പിടിച്ച് നിപ്പുണ്ട്. വാരിയല്ലെന്ന്. ഇത് യുദ്ധം 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 വിത്ത് ദിസ്. എന്നാ കഴിച്ചോ, എന്നാ കഴിച്ചോ. അതൊക്കെ എടുത്തു. എന്നാ മമ്മി ഇവിടുത്തെ പരിപാടി. മമ്മി കൊടുക്കണ്ട, അങ്ങോട്ട് വേണ്ട.